വാർത്തകൾ വായിക്കുന്നത് ശാന്തകുമാരി. കേരളത്തിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ ഇത്തവണയും പ്രവേശനോത്സവം ഭംഗിയായി തന്നെ നടന്നു. ക്ലാസ്സിനിടയ്ക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയ 30ഓളം കുട്ടികളെ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടിച്ച പ്രഥമ അധ്യാപകൻ മാതൃകയായി. കേരളത്തിലെ വിവിധ സർക്കാർ സ്കൂളുകളിലേക്കുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇത്തവണയും 5000-ലധികം ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിച്ചത്. ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിന് വീണ്ടും വൻ വില വർധന. 9 രൂപ 82 പൈസയിൽ നിന്നും 13 രൂപ 15 പൈസയായാണ് പെട്രോളിന് വില വർദ്ധിച്ചത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരളത്തിലെ റോഡുകളിലെ കുഴികൾ വികസിപ്പിക്കുന്നതിനായി റോഡ് കുഴി വികസന അതോറിറ്റി രൂപീകരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ തീരുമാനമായി. പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. കമ്പോള വില നിലവാരവുമായി തോട്ടപ്പറമ്പിൽ ഷംസുദ്ദീൻ എത്തുന്നതാണ്. നമസ്കാരം. കമ്പോള നിലവാരം അവതരിപ്പിക്കുന്നത് ഷംസുദ്ദീൻ തോട്ടപ്പറമ്പിൽ. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള പ്രധാന കാർഷിക വിളകളുടെ ഇന്നത്തെ മൊത്ത വ്യാപാര നിരക്കുകൾ നോക്കാം. പരുത്തിക്കുരു കിൻഡലിന് 1250 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. കുരുമുളക് കിൻഡലിന് 1550 രൂപയും 50 പൈസയുമായി വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ അടക്ക തൊണ്ടുള്ളതുമുണ്ട്, തൊണ്ടില്ലാത്തതുമുണ്ട്. തൊണ്ടുള്ളതാണെങ്കിൽ കിൻഡലിന് 1350 രൂപയും തൊണ്ടില്ലാത്തതാണെങ്കിൽ കിൻഡലിന് 1450 രൂപയും ആയി വർദ്ധിച്ചു. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന എല്ലാവർക്കുമുള്ള നമ്മളുടെ തേങ്ങയാണ്. നല്ല മൊന്തം തേങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതാണ്. മൊന്തം തേങ്ങ അല്ലെങ്കിൽ പൊളിച്ചതുമുണ്ട്, പൊളിക്കാത്തതുമുണ്ട്. പൊളിച്ചതാണെങ്കിൽ കിൻഡലിന് 1850 രൂപയും പൊളിക്കാത്തതാണെങ്കിൽ കിൻഡലിന് 1425 രൂപയുമായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ കുരുമുളക് വിപണിയിൽ നേട്ടത്തോടെയാണ് ഇന്നത്തെ വ്യാപാരം അവസാനിച്ചത്. മറ്റൊരു പ്രധാന അറിയിപ്പ്. ശ്രീമാൻ കാരപ്പറമ്പിൽ കൊച്ചുണ്ണി അധ്യക്ഷന വഹിച്ച പുതിയ വിദഗ്ധ സമിതി റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തേങ്ങകളേക്കാൾ കൂടുതൽ തൊഴിലെതിരായ ചെറുപ്പക്കാരികളുമുണ്ട് എന്ന് പുതിയ കണ്ടെത്തൽ. കമ്പോള നിലവാരം അവസാനിച്ചു. നന്ദി, നമസ്കാരം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എന്തോ വിഷനിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ സുപ്രഭാതത്തിൽ നിങ്ങൾ കോഫി വിത്ത് സുമതിയിലാണ് ഉള്ളത്. എന്തായാലും ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല കോഫി വിത്ത് സുമതിയിൽ. ഡോക്ടർ വരുൺ കുമാർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുമതി. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ് വരുൺ. എന്തൊക്കെയാണ് പുതിയ വിശേഷം? അപ്പൊ ഒന്നും അറിഞ്ഞില്ല സുമതി, ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ഇന്ത്യയിൽ വീണ്ടും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പെട്രോളിന് 114 അതേപോലെ ഡീസലിന് 110. ഹലോ സുമതി, ഒരു ചെറിയൊരു പെശകുണ്ട്. 104 രൂപയാണ് ഡീസലിനുള്ളത്. 104 രൂപ. എന്തായാലും രാവിലെ തന്നെ മൂഡ് പോകുന്ന വാർത്തയാണല്ലോ വരുൺ. എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് പറയട്ടെ. ഇന്ന് എല്ലാവരും സ്കൂളിലേക്ക് പോകണം. നമ്മുടെ ചെറിയ പൊന്നു മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് പ്രവേശനോത്സവമാണ് സുമതി. പ്രവേശനോത്സവം. കൊച്ചുങ്ങളും പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. സ്കൂൾ പോകുന്ന കൊച്ചൊക്കെ പറയിപ്പിക്കരുത്, ലൈവ്. അപ്പോ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് വേറിട്ട കാഴ്ചകളായിരിക്കും സ്കൂളുകളിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട്. നമുക്കതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാലോ? നേരിട്ട് കാണാം. അപ്പോ നമ്മളോടൊപ്പം ഇന്നുള്ളത് ലൈവിലുള്ളത് സുമേഷ് സൂര്യവംശമാണ്. എന്തോ വിഷയം സുമതി കേൾക്കാം. എനിക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ട്. പറയൂ സുമേഷ്, പറയൂ. വളരെ രസകരമായ കാഴ്ചകളാണ് സാർ ഈ സ്കൂളുകളുടെ മുന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായ കരച്ചിലുകളുണ്ട്, ചിരികളുണ്ട്, വളരെ ബഹളമയമാണ് സാർ ഇവിടെ കാണുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ കുട്ടിക്കാലം? തീർച്ചയായിട്ടും കുട്ടിക്കാലൊക്കെ അങ്ങനെയായിരുന്നു. വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു. പിന്നെ സുമതിയുടെ കൊച്ചു സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് എന്തെങ്കിലും വിളിയൊന്നും വന്നോ? സോറി. അപ്പോ നമുക്ക് ഇപ്പൊ സുമേഷ് ഇത്രയും വിവരങ്ങളൊക്കെ നമുക്ക് തന്നല്ലോ. ശരിക്കും പറഞ്ഞ സുമേഷ് സംസാരിക്കുന്ന പോലും നമുക്ക് കേൾക്കാൻ വയ്യ, അത്രയ്ക്ക് കുട്ടികളുടെ ബഹളമാണ്. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യണമെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉള്ള കഴിവുള്ള അധ്യാപകർ തന്നെ വേണം. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് പുതിയ വിശേഷം? നമുക്ക് സുമേഷിനോട് തന്നെ ചോദിക്കാം. സുമേഷ്, എന്താണ് പുതിയ LP UP ടീച്ചേഴ്സ് നോട്ടിഫിക്കേഷന്റെ പുതിയ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എന്താണ് 2027 LP UP പരീക്ഷ എങ്ങനെയൊക്കെ ആയിരുന്നു? അതെ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് 2027 LP UPയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത്. വരുന്ന റിപ്പോർട്ട് പ്രകാരം 2026 ഡിസംബറിൽ ഒരു വിജ്ഞാപനം വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് വരുൺ സാർ. എന്താണെന്ന് വെച്ചാൽ 2027 LP UP എന്ന് പറയുന്നത് സൈലത്തെ സംബന്ധിച്ച് റാങ്ക് ഫാക്ടറി ആണല്ലോ. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ജില്ലകളിലും LPക്കായാലും UPക്കായാലും മുഴുവൻ റാങ്കും സൈലത്തിന് തന്നെയാണ്. തീർച്ചയായിട്ടും സൈലം തൂത്തുവായിരിക്കും. സുമേഷ് അങ്ങനെ തന്നെയല്ലേ? റിപ്പോർട്ടുകളൊക്കെ സൈലത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ?
അതെ 2027 മുഴുവൻ ജില്ലകളിലും LPUP തൂക്കുമെന്നാണ് സൈലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ പുതിയ ബാച്ചുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുമതി കണ്ടോ, സുമേഷിന് എന്നാ കോൺഫിഡൻസ്. ഇവനെ നമുക്ക് പുറത്താക്കണ്ട, അവൻ നമ്മുടെ എന്തോ വിഷയല്ലേ പുതിയ റിപ്പോർട്ടറായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഏതൊരു വാർത്ത കേട്ടാലും എന്തോ വിഷയത്തിൽ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞ് മാത്രമേ ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാറുള്ളൂ. ഇതിൽ ഈ പറഞ്ഞ വാർത്ത സൈലം PSCയിൽ 2027 14 ജില്ലകളിലും ഉറപ്പായിട്ട് റാങ്ക് പിടിക്കും എന്നുള്ള വാർത്ത എന്തോ വിഷനും അംഗീകരിക്കുകയാണ്. അപ്പൊ സൈനിങ് ഓഫ് സുമതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മീറ്റ് ദ ഡീറ്റെയിൽസിൽ ഡോക്ടർ വരുൺ കുമാറിന്റെ പുതിയൊരു ഭാഗത്തിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം. താങ്ക് യു സുമതി, പറയൂ. താങ്ക് യു.